നമസ്കാരം. ഫുഡ് പ്രിൻസ് ഫോർ ജെൻ എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നൃത്തവും സംഗീതവും ജീവിതത്തിൽ ഇല്ലാതായാൽ അത് നമ്മുടെ ജീവിതത്തെ ശൂന്യമാക്കുന്നു. നൃത്തവും സംഗീതവും ആസ്വദിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഡാൻസേഴ്സ് ആർ മെസ്സഞ്ചേഴ്സ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരാളാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നൃത്തത്തെ ജീവിതവും പഠനവുമാക്കിയ ഡോക്ടർ നീന പ്രസാദ് നമ്മുടെ കൂടെ ഇന്ന് ചേരുന്നു. ടീച്ചറുമായി സമയം ചെലവഴിക്കാൻ തിരുവനന്തപുരത്തെ വിമൻസ് കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ എത്തുന്നു. എല്ലാവരെയും സഹൃദയം ഫുഡ് പ്രിൻസ് ഫോർ ജെൻ എന്ന ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നൃത്തവും സംഗീതവും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കലാരൂപങ്ങളാണ്. ശാസ്ത്രീയ നൃത്തശാഖയിൽ പ്രത്യേകിച്ചും മോഹിനിയാട്ടത്തിൽ പ്രാവീണ്യം നേടിയ വ്യക്തിയാണ് ഡോക്ടർ നീന പ്രസാദ്. പൂർണ്ണമായും നൃത്തമെന്ന കലയെ ഉപാസിച്ച വ്യക്തി തന്നെയാണ് നമ്മുടെ ഈ പ്രിയ കലാകാരി. എന്തെന്നാൽ പഠന വിഷയമായും ഇവർ തിരഞ്ഞെടുത്തത് നൃത്തം തന്നെയാണ്. കലോത്സവങ്ങളിലൂടെ ഈ രംഗത്തേക്ക് കടന്നുവന്ന ഈ കലാകാരി ഇന്ന് കേരള കലാമണ്ഡലത്തിന്റെ ഗവേണിംഗ് കൗൺസിലിൽ മെമ്പറാണ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ പുരസ്കാരം ഡോക്ടർ നീന പ്രസാദിന് ലഭിച്ചിട്ടുണ്ട്. മാഡം ഒരു ഡാൻസർ ആണ് എന്നുള്ളതിലുപരി എനിക്ക് തോന്നുന്നു അക്കാഡമിക്കലി ഡാൻസിനെ വളരെ കാലമായി പഠിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും പഠനം തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാണ് മാഡം തീരുമാനിച്ചത് ഞാൻ എന്തായാലും ഡാൻസ് തന്നെയാണ് എന്റെ മേഖല എന്ന്? ഡാൻസ് തന്നെയാണ് എൻ്റെ മേഖല എന്ന് ആഗ്രഹിക്കുന്നത് വളരെ ചെറുപ്പത്തിലാണ്. പക്ഷെ ഒരു പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ 10th ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ മദ്രാസിലേക്ക് പോകുന്നു. അവിടെ ഡാൻസ് വളരെ പ്രൊഫഷണലായിട്ട് പഠിക്കാൻ ആരംഭിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എനിക്ക് സാധിക്കുമോ എന്നൊക്കെയുള്ള ഒരു കാര്യം. പക്ഷെ അപ്പോൾ തന്നെ ഞാൻ ആലോചിച്ച് ലിറ്ററേച്ചർ തന്നെ എടുക്കണം എന്നുള്ളത്. കാരണം ലിറ്ററേച്ചർ വളരെ ഇഷ്ടമാണ്. പിന്നെ പ്രാക്ടിക്കലൊന്നും ഇല്ലാതെ നൃത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നതും ലിറ്ററേച്ചർ എടുക്കുമ്പോഴാണ്. അങ്ങനെ അപ്പം പിൽക്കാലത്ത് ഒരുപാട് സബ്ജക്റ്റ് പഠിക്കാൻ വളരെ ആഗ്രഹമുണ്ട്. സംസ്കൃതം പഠിക്കാൻ ഇഷ്ടമുള്ളതാണ്. ഫിസിക്സ് എനിക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരുന്നു. കെമിസ്ട്രി ഇഷ്ടമായിരുന്നു. അങ്ങനെ എൻ്റെ മേഖല നൃത്തമാണെന്ന് ആ ഘട്ടത്തിൽ തിരിച്ചറിഞ്ഞു. പിന്നെ അതിലേക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ലിറ്ററേച്ചർ എന്നും അല്ലെങ്കിൽ ഭാഷ എന്നും ഒരു ഇഷ്ടമാണല്ലേ? ഭാഷ. എൻ്റെ അച്ഛൻ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. റിട്ടയർ ചെയ്തു കോളേജിൽ നിന്ന്. അപ്പൊ മ്യൂസിക്, ഡാൻസ് ആൻഡ് ലിറ്ററേച്ചർ എന്നൊരു പേപ്പറും പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേപ്പേഴ്സ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ പോയറ്റിക്സ്, കാവ്യമാണ് ആദ്യം. ഈ കാവ്യത്തെ സംഗീതത്തിൽ അഡാപ്റ്റ് ചെയ്ത് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ് നൃത്തം. നൃത്തത്തിന്റെ ഭാഷ സ്വരൂപിക്കപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പോ എനിക്ക് തോന്നിയ ലിറ്ററേച്ചർ ഒരു അയ്യപ്പ പണിക്കർ സാറിന്റെ ഒരു ഫോറത്തിന് വേണ്ടി ഞാൻ ചെയ്തിരുന്നു. മാമിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഡാൻസിൽ സൗത്ത് ഇന്ത്യയിൽ PhD എടുത്തത് ആദ്യമായിട്ട് മാമാണ്. അപ്പോൾ 4 നൃത്തരൂപങ്ങൾ മാം അഭ്യസിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ പ്രാവീണ്യവും നേടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മോഹിനിയാട്ടത്തോട് ഒരു കൂടുതൽ ഇഷ്ടമെന്നൊന്ന് പറയാമോ? സൗത്ത് ഇന്ത്യയിൽ എന്നെക്കാൾ മുൻപ് PhD ചെയ്തവരുണ്ട്. പക്ഷേ ഫൈൻ ആർട്സിൽ നൃത്തത്തിൽ നിലവിൽ വരുന്നതിൻ്റെ PhD ആണ്. മറ്റതൊക്കെ ഓറിയന്റൽ ഫാക്കൽറ്റിയിലും അങ്ങനെയൊക്കെ പല വിഭാഗത്തിലായിരുന്നു. പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ ഹിസ്റ്റോറിക് തീസീസ് ആയിരുന്നു. അങ്ങനെ മോഹിനിയാട്ടത്തെ ഇഷ്ടപ്പെടാൻ കാരണം മോഹിനിയാട്ടം നിശ്ചയമായിട്ടും എൻ്റെ എൻ്റെ മണ്ണിൻ്റെ, എൻ്റെ നാടിൻ്റെ കലാരൂപമായതുകൊണ്ടാണ് ഒന്ന്. 2, മറ്റ് കലാരൂപങ്ങളിൽ എനിക്ക് വേണ്ടത്ര വർഷങ്ങളുടെ അഭ്യസനവും എക്സ്പെർട്ടീസും എല്ലാം വന്നു കഴിഞ്ഞപ്പോഴാണ് മോഹിനിയാട്ടം എന്ന് പറയുന്ന കലാരൂപം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. കാരണം അതിനകത്ത് ക്വിക്ക് മൂവ്മെന്റ്സ് ഇല്ല. എന്നെ വളരെ ഭംഗിയായി പ്രദർശിപ്പിക്കാൻ പറ്റുന്ന സട്ടിൽ മൂവ്മെന്റ്സ് ഇല്ല, പോസസ് ഇല്ല, സ്പീഡിലൊക്കെ കറങ്ങാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ. പക്ഷെ ഈ വിവരം വച്ച് വന്നപ്പോഴാണ് അങ്ങനെയല്ല എന്നും ഇതിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൗന്ദര്യം ഇതിൽ ഉണ്ട് എന്നും അതാരും അന്വേഷിച്ചിട്ടില്ല ആയിരിക്കാം, എന്നെ കൊണ്ട് ചിലപ്പോൾ അത് കഴിഞ്ഞേക്കും എന്നൊക്കെ ഉള്ളൊരു ഇതെന്നിൽ വരുന്നത്. പിന്നെ അതിലേക്ക് വരികയും പിന്നെ എനിക്ക് ചെയ്യാനുള്ള ഒരു ലീനേജിന്റെ ജന്മം തന്നിട്ടുണ്ട്. ഞാൻ മലയാളിയാണ്, തിരുവനന്തപുരത്തുകാരിയാണ്. അപ്പൊ നാച്ചുറലി ആ ഒരു റിസർച്ചും പഠനവും എന്നിൽ കുറെ കൂടെ ഗൗരവമായിട്ട് വന്നു. മോഹിനിയാട്ടം എടുത്തതിലും മോഹിനിയാട്ടക്കാരി ആയതിലുമാണ് ഏറ്റവും വലിയ സന്തോഷവും അഭിമാനവും ഒക്കെ ഉള്ളത്. മോഹിനിയാട്ടക്കാരി എന്നറിയാൻ തന്നെയാണോ താല്പര്യവും ഇപ്പോൾ? അല്ല, അങ്ങനെയല്ലേ അറിയുന്നത്.
അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ജീവിത സന്ദർഭങ്ങളിൽ പലപ്പോഴും മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പലരും നൃത്തത്തെയും മറ്റു കലാരൂപങ്ങളെയും ആശ്രയിക്കാറുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് മാമിന്റെ അഭിപ്രായം? നൃത്തത്തിനും സംഗീതത്തിനും അല്ലെങ്കിൽ ചിത്രകല അങ്ങനെ ഒരുപാട് കല എന്നുള്ള ഒരു ഫിനോമിനൻ എന്ന് പറയുന്നത് നമുക്കതിനെ വളരെ ഒരു ഡിഷിലെ ഇൻഗ്രീഡിയൻസ് പോലെ നമുക്ക് എടുത്ത് വേർതിരിച്ച് പറയാൻ പറ്റില്ല. അത് ഫിനോമിനൻ ആണ്. അതിന് മനുഷ്യനിൽ അളക്കാൻ പറ്റാത്ത, പറഞ്ഞു തീരാൻ പറ്റാത്ത സ്വാധീനമുണ്ട്. അതാണ് ഒരു ജനതയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ അവരുടെ കൾച്ചറൽ ഹിസ്റ്ററിയെക്കുറിച്ച്, കലയെക്കുറിച്ച് എല്ലാം പറയുന്നത്. കല എപ്പോഴും സമൂഹത്തിൽ പ്രസക്തമാകുന്നതും അത് മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള. നിങ്ങളിൽ ഒരുപാട് പേരില്ലേ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ഉണ്ടല്ലോ. നിശ്ചയമായിട്ട് നിങ്ങൾക്ക് സാഹിത്യത്തിന്റെ, സംഗീതത്തിന്റെ ഒക്കെ പ്രസക്തി എന്താണെന്നറിയാം. മനുഷ്യന് കലയുടെ മറ്റൊരു ഡയമെൻഷൻ എന്താന്ന് വെച്ചാൽ, നമുക്ക് ഒറ്റയ്ക്ക് നമ്മളുടെ മനസ്സിന് വേണ്ട, അതിന് വേണ്ട സൂതിങ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള, വൈയക്തികമായിട്ടുള്ള ഒരു അനുഭവ തലം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് കലയിലൂടെയാണ്. ആ അനുഭവം നമ്മളാക്കുന്നതിൽ വളരെ പ്രധാനമാണ് താനും. നമ്മൾ ചെറുതിലെ പഠിച്ച കവിതകൾ, ചെറുശ്ശേരിയുടെ, ആശാന്റെ കവിതകളെല്ലാം നമ്മളെ സ്വാധീനിച്ചത്, നമ്മളാക്കിയതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മൾ കേട്ട പാട്ടുകൾ, നമ്മൾ കേട്ട വരികൾ, നമ്മൾ കണ്ട നൃത്തങ്ങൾ, നമ്മൾ കണ്ട പ്രകൃതി, ഇതെല്ലാം കലയാണ്. അപ്പോൾ പിന്നെ അതിന്റെ മറ്റൊരു ഡയമെൻഷനിലൂടെ കടന്ന് ശങ്കരാഭരണം, തലവേദന മാറ്റാൻ നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉള്ള ലെവലിലേക്ക് വന്നു. അതിന്റെ ഒരു ഡീറ്റെയിൽസിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ നിശ്ചയമായിട്ടും ഈ ജീവിത സാഹചര്യങ്ങൾ, നർത്തകർക്കും അത്തരം ജീവിത സാഹചര്യങ്ങളുണ്ട്, എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കല നമ്മളിൽ ജീവിതത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന അളവിൽ ചിലപ്പോൾ നമ്മൾ തളർന്നു എന്ന് വരില്ല. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, അതുപോലെ കഥകളിയും മാഡം പ്രാക്ടീസ് ചെയ്യുകയും പെർഫോം ചെയ്യുകയും ചെയ്യാറുണ്ട്. ഈ പെർഫോം ചെയ്യുമ്പോൾ ഒരു ലൈവ് ഓഡിയൻസിന് മുമ്പിൽ പെർഫോം ചെയ്യുന്നതും ഒരു റെക്കോർഡഡ് ഓഡിയൻസിന്, അതായത് നമ്മൾ റെക്കോർഡ് ചെയ്ത് ഓഡിയൻസിലേക്ക് എത്തിക്കുന്ന ഒരു പെർഫോമൻസും തമ്മിൽ ആസ് എ പെർഫോമർ വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? നിശ്ചയമായിട്ടും അത് വ്യത്യാസമുണ്ട്. അത് ഒന്ന്, ഞാൻ ഈ 4 ഫോംസിലും ട്രെയിൻഡ് ആണ്. പക്ഷേ എത്രയോ 2 ഡെക്കേഡായിട്ട് മോഹിനിയാട്ടമാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നത്. അതൊന്ന്. 2, ലൈവായിട്ട് ഉള്ള ഓഡിയൻസിന് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്കൊരു ദ സ്പിരിറ്റ് ഇസ് മോർ ലൈവ്ലി. വൺസ് യു സ്റ്റാർട്ട് ദ പെർഫോമൻസ് ഇറ്റ് കണ്ടിന്യൂസ്, അങ്ങനെ അല്ലേ? വേറെ നമ്മൾ ദൂരദർശനിലൊക്കെ റെക്കോർഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇന്ന സമയത്തിനുള്ളിൽ നമ്മൾ നിർത്തുകയാണ്. പിന്നെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ഓഡിയൻസ് ആണ്. നമ്മൾ വിചാരിക്കേണ്ടത് വീട്ടിലിരുന്ന് ഇങ്ങനെ കൊണ്ടിരിക്കുന്ന ഒരു ഓഡിയൻസിന്റെ ഫ്രണ്ടിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാനസിക അന്തരീക്ഷത്തിലേക്ക് നമ്മൾ പോവും. നമ്മുടെ പെർഫോമൻസിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. മറ്റതങ്ങനെയല്ല, നമുക്ക് ഉടനെ ദ റാപ്പോ ഇസ് വെരി ഇൻസ്റ്റന്റ്. അങ്ങനെ ഒരു പെർഫോമർ എന്ന നിലയ്ക്ക് ലൈവ് ഓഡിയൻസ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് അത് ആണല്ലോ. ഒരു പെർഫോമൻസിലേക്ക് പോകുമ്പോഴത്തേക്ക് പലരും പറയാറുണ്ട്, ആരും കാണുന്നില്ല എന്ന രീതിയിൽ ഡാൻസ് ഫോർ യുവർ സെൽഫ്. അങ്ങനെയാണോ പൊതുവെ ഡാൻസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നത്? എങ്ങനെയാണ് അതിന്റെ ഒരു? അത് ഞാനൊരു കുട്ടികളോടും പറയാറുണ്ട്. അതായത് ഏറ്റുമാനൂർ ഒരു ചുവർച്ചിത്രമുണ്ട്. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്. അവിടെ ശിവന്റെ നൃത്തം, പ്രദോഷ നൃത്തം. അപ്പോൾ നൃത്തത്തിൽ ചെയ്യുന്നത് ശിവൻ, പരമശിവനാണ്. അദ്ദേഹം തന്നെ പ്രേക്ഷകനായും ഇരിക്കുന്നു എന്നുള്ള ഒരു നർത്തകിക്ക് അത്യാവശ്യം വേണ്ട ഒരു ക്വാളിറ്റിയാണ് അത്. യു ഷുഡ് ലുക്ക് ഫ്രം ഔട്ട്സൈഡ്. നമ്മൾ നോക്കണം. പിന്നെ നമ്മൾ ആസ്വദിക്കണം. എനിക്ക് ഒരിക്കലും വളരെ ചെറുതിലേ തന്നെ എനിക്കൊരു പ്രേക്ഷകൻ മുന്നിൽ വേണം എന്ന് എനിക്കില്ല. ഞാൻ പ്രേക്ഷകനെയൊക്കെ അസ്യൂം ചെയ്ത് ചെയ്യുമായിരുന്നു. അവര് ചെയ്യുന്നു, അവര് കൈയടിക്കുന്നു. സാഗര സംഘം എന്നുള്ളൊരു ഫിലിമില് ഇങ്ങനെ കമലഹാസനും ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, ഭയങ്കര സുന്ദരിയായിട്ടുള്ള അവരും നൃത്തം ചെയ്യുന്നു. അപ്പൊ നൃത്തം ചെയ്തിട്ട് കഴിഞ്ഞിട്ട് അവര്
ആ സീൻ തന്നെ അങ്ങനെയാണ്. എന്നിട്ട് പ്രകൃതി മുഴുവൻ അവരെ ആ ക്ലാപ്പ് ചെയ്ത് അവരുടെ നൃത്തത്തെ വെൽക്കം ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ശരി, ഇങ്ങനെ ഒരു കാര്യം മനസ്സിൽ ഞാൻ വളരെ ചെറുതിൽ ചിന്തിച്ചിട്ടുണ്ട്. എന്നെ ആൾക്കാരിങ്ങനെ ബൈ ബോഡി ഫിസിക്കലി അവിടെ വേണം എന്നില്ല, പക്ഷെ അവരെ നമ്മൾ ഇമാജിനറി ഒരു ഓഡിയൻസ് എനിക്കുണ്ടെന്നും അവരുടെ ഫ്രണ്ടിൽ കളിക്കുന്നതായിട്ട് ചെറുതിലെ മുഴുവൻ, എൻ്റെ ബാല്യം മുഴുവൻ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വേണ്ടി നൃത്തം ചെയ്യാനും അല്ലെങ്കിൽ അതൊരു വിഷയമല്ല. പിന്നെ വേദി എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും ഒരു പ്രത്യേക അന്തരീക്ഷം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ 1000-ലേറെ വേദികളിൽ വന്നിട്ടുണ്ട്, പക്ഷെ അതിനേക്കാളൊക്കെ വളരെ കൂടുതൽ. അപ്പോൾ വേദിയിൽ വളർന്നതാണ് ഞാൻ. വേദിയാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് പല കാര്യങ്ങളും. സ്വാഭാവികമായിട്ടും വേദിയിലെ നൃത്തം ലൈവ് ഓഡിയൻസിന് മുന്നിൽ നിന്നുള്ളത് കൂടുതൽ പ്രിയകരമാണ്. അപ്പം വേദിയിൽ നിന്നും അല്ലെങ്കിൽ വേദിയിൽ പെർഫോം ചെയ്ത് പഠിച്ച എന്തെങ്കിലും കാര്യം ഷെയർ ചെയ്യാൻ പറ്റുമോ? ഒരുപാട് കാര്യങ്ങൾ പറയാം. ഒന്ന്, സ്റ്റേജ് കോൺഷ്യസ്നെസ്, സ്റ്റേജ് ജിയോമെട്രി, സ്റ്റേജിൻ്റെ വിഡ്ത്ത്, സ്റ്റേജിൻ്റെ സ്പേസ്, അവിടെ ഏതുവരെയൊക്കെ ലൈറ്റ് വരും എന്നൊക്കെ പറയാം, വളരെ ടെക്നിക്കായിട്ടുള്ള കാര്യങ്ങൾ. അതൊന്ന്. പിന്നെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ സ്റ്റേജിൽ നിന്ന് ഓഡിയൻസിനെ കാണുമ്പോൾ ഓഡിയൻസ് മേ ബി അത് 200 പേരായിരിക്കാം, 100 പേരായിരിക്കാം, 500 പേരായിരിക്കാം, പക്ഷെ ഇവരെയൊക്കെ ഏക മനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ലൈറ്റ് ഒരു ആർട്ടിസ്റ്റിൽ ഉണ്ടാവണം. അത് നമുക്കാരും പറഞ്ഞു തരാൻ പറ്റില്ല. ഒരു കുട്ടിയിൽ അത് നാച്ചുറലായിട്ടുണ്ടാവും, ഒരു നാച്ചുറലായിട്ടൊരു ആർട്ടിസ്റ്റിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് ആ ആർട്ടിസ്റ്റ് ആ ആൾക്കാരോട് സംവദിച്ചു കൊണ്ടിരിക്കും. അതിനൊരു ഫോക്കൽ പോയിന്റ് ഉണ്ടാവും. ആ സ്പേസിന്, അതായത് ഓഡിയൻസിന്റെ സ്പേസിന് എക്സ്പ്രഷൻസ് കൊടുക്കുന്ന, എല്ലാം കൊണ്ട് എത്തിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നത് എല്ലാം കാണുന്നുണ്ട്, പക്ഷെ അതൊന്നും ഡാൻസറിന്റെ മനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ വേദി പഠിപ്പിച്ചതാണ്. വേദിയിൽ പലതും ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വരാം. ഒരിക്കൽ അമ്പലത്തിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ മറ്റേ കതിനാവെടി എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഓഡിയൻസും പാടുന്നവരെല്ലാം ഞെട്ടിയിട്ടുണ്ട്, പക്ഷെ ഞാൻ മാത്രം ഞെട്ടിയില്ല. ശരിക്കും ഞാൻ ഞെട്ടിയിട്ടേ ഇല്ല. പെർഫോം ചെയ്യുന്നതിൻ്റെ ഇടയിൽ 100 തവണ അത് അവിചാരിതമായി വന്നിട്ടുണ്ട്. പക്ഷെ അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം ആ ലോകത്താണ് എന്നുള്ളതാണ്. ആ ഡാൻസിങ് മൈൻഡ് എന്നുള്ളത് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ യു സീ, യു ഹിയർ, ബട്ട് യു ആർ നോട്ട് അഫക്റ്റഡ് ബൈ എനിത്തിങ് എന്നുള്ള ഒരു. എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ക്ലാസിക്കൽ കലാരൂപങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ മാം സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഡിക്ലൈൻ ഓഫ് ക്ലാസിക്കൽ ആർട്ട് ഫോംസിനെ പറ്റി മാഡം ഒരു പേപ്പർ ചെയ്തിട്ടുണ്ട്. I will never do a negative paper. Whether it is in decline. Whether it is in decline. Yeah, I have done that. See, first of all, I don't believe that the classical theatre or art forms are facing a setback. No, it's growing. പണ്ട് കൂടിയാട്ടം എന്ന് പറയുന്ന സംസ്കൃത തിയേറ്ററാണ്. അതിനുപോലെ ഇത്രയും വേദികളില്ല. ഇന്ന് അവരൊന്നും നമുക്ക് ഇന്ത്യയിലൊക്കെ ഒന്ന് കാണാൻ കിട്ടില്ല. എപ്പോഴും യാത്രയും കാര്യങ്ങളുമാണ്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് വരാൻ നമ്മളെ നയിക്കുന്നത്. നമുക്ക് ഈ ഫീൽഡിനെ കുറിച്ചൊന്നും അറിയില്ല. നമ്മൾ വിചാരിക്കുന്നു ഇവരൊക്കെ ഈ ഒക്കെ പഠിച്ചിട്ട് വീട്ടിലൊക്കെ ഇരിക്കുകയായിരിക്കും. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഇവരെ കാണാൻ, അതുകൊണ്ട് ഇവരൊന്നും ചെയ്യില്ല. അല്ല, മനസ്സിലായോ? നിങ്ങൾക്ക് താല്പര്യമില്ല, പക്ഷെ അവരെ താല്പര്യമുള്ള ഒരു ലോകം ഉണർന്നിരിക്കുന്നു. ഇന്ത്യൻ കലാരൂപങ്ങൾക്ക് ഇത്ര കണ്ട് ഉണർന്ന ഒരു ഗ്ലോബൽ സ്പേസിലേക്ക് കൂടിയാട്ടം, കഥകളി എന്നോ പറന്നു കയറി. അപ്പോ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് ശേഷം ഇത്രയധികം പേർ പിന്നെ നൃത്തവും ഇതൊക്കെ പഠിക്കുന്ന എന്തിനാ? ഇതൊന്നും വേണ്ട എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാവരും നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും പുറകെയാ. എല്ലാവരും പ്രൊഫഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തെക്കോട്ടും വടക്കോട്ടൊക്കെ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്.
അപ്പൊ ഒന്ന് മനസ്സിലാക്കാം, നമുക്ക് അറിയാത്ത ഒരു ലോകം. ഇപ്പം എന്നോട് പലരും ചോദിക്കാറുണ്ട്, ജോലിക്കൊന്നും പോകുന്നില്ല, ആകെ അങ്ങനെ അസ്വസ്ഥതയാണ്, അയ്യോ ഇവരൊക്കെ കഞ്ഞിയൊക്കെ കുടിച്ച് കിടക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു വല്ലാത്ത വെപ്രാളമുണ്ട്. ഇതൊരു പുരുഷനാണ്, ഒരു മ്യൂസീഷ്യനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വളരെ കൂടുതലായിരിക്കും ചോദിക്കുന്ന ആൾക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് നമുക്ക്, അതായത് ഒന്ന് അവരെ നയിക്കുന്നത് അവരുടെ പാഷൻ, അവരുടെ ടാലന്റ്. ഒന്ന് അങ്ങനെയുള്ളവർക്ക് അത്തരം വേദികളിലേക്ക് അവർ വളർന്നുകൊണ്ടിരിക്കും. ഇനി നൃത്തത്തെ സംബന്ധിച്ചിടത്തോളം നൃത്തത്തിന്റെ പ്രൊഫഷണൽ വേദിയിലേക്ക്, ഇപ്പൊ നമ്മൾ ഇവിടെ കാണുന്ന അല്ലെങ്കിൽ 1-2 വേദി എന്നുള്ളതല്ല, കേരളത്തിൽ പോലും ഒരുപാട് ഫോറംസ് കഴിഞ്ഞ ഒരു ഡെക്കേഡിൽ വന്നിട്ടുണ്ട്. ഭരതം, നവനീതം എന്നൊക്കെ പറഞ്ഞിട്ട് തൃശ്ശൂർ തന്നെ എത്രയോ ഡാൻസ്, വിന്റർ ഡാൻസ് ഫെസ്റ്റിവൽ, മൺസൂൺ ഡാൻസ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ അങ്ങനെ കുറെ. ഇതെല്ലാം എന്തുകൊണ്ടാണ്? പ്രേക്ഷകരുള്ളത് കൊണ്ടാണ്. പ്രേക്ഷകർ അധികമാകുന്നു. ഞങ്ങളുടെയൊക്കെ സ്റ്റഡിയിൽ പ്രേക്ഷകരും സഭകളും ഒക്കെ ഡബിൾ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതൊരു സെറ്റ് ബാക്ക് എങ്ങനെയാകും? ഒരിക്കലും ആവുന്നില്ല. മനസ്സിലായോ? അത് മനസ്സിൽ നിന്ന് മാറ്റുക. പിന്നെ നൃത്തം എല്ലാവർക്കും ചെയ്യാൻ ആഗ്രഹമുണ്ട്. ക്ലാസിക്കൽ നൃത്തം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ ഈസിയായി നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒരു നൃത്തം എന്ന് പറയുന്നത് വെസ്റ്റേൺ അല്ലെങ്കിൽ ബോളിവുഡ് ഡാൻസിങ് ആണ്. ദാറ്റ് വിൽ ഗിവ് യു ജോയ് ഓഫ് ഡാൻസിങ്. നമുക്ക് തോന്നും നമ്മൾ ദീപിക പടുക്കോണാണെന്നൊക്കെ ഒന്ന് തോന്നാം, ഐശ്വര്യ റായ് ആവാം കുറച്ച് നേരത്തേക്ക്. That will give you an instant joy, but never ever think that has something to do with a professional dancing space. Nothing. ഒന്നുമില്ല. അത് വേറെയാണ്, ആ ലോകം വേറെയാണ്. അതൊരു പ്രയാണമാണ്. ആ പ്രയാണത്തിലേക്ക് പോകുന്ന അനേകം കലാകാരന്മാരുണ്ട് ഇന്ത്യയിലും ലോകമെമ്പാടും. ഇപ്പൊ ഞങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ വേദി ആലോചിക്കുക. എനിക്ക് എൻ്റെ ഒരു സ്ലോട്ട് 1 hour, അതിന് തൊട്ട് മുൻപ് ചിലപ്പോൾ ചെയ്യുന്നത് ഒരു അമേരിക്കക്കാരി ഭരതനാട്യം ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും. ഇപ്പൊ രജിക പൂരി എന്ന് പറയുന്ന ഡാൻസർ, തിയേറ്റർ ആർട്ടിസ്റ്റാണ്, മോഡേൺ കണ്ടംപററി ഭരതനാട്യം ആർട്ടിസ്റ്റാണ്. അവർ അമേരിക്കയിലാണ് സെറ്റിൽഡ്. പക്ഷെ നമ്മുടെ തിയേറ്റർ ഒരു ഗ്ലോബൽ സ്പേസ് ആയി കഴിഞ്ഞു. അവിടെ എവിടെ നിന്ന് വേണമെങ്കിലും പറന്നെത്തിയ ആൾക്കാർ ചെയ്തോളും. അവിടെയാണ് നമ്മൾ മത്സരിക്കുന്നത്. ക്ലാസിക്കൽ ഡാൻസ് ഫോംസിന് ഡിക്ലൈൻ ഇല്ല എന്നാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടെ തന്നെ കൂട്ടിച്ചേർക്കട്ടെ, ഈ ആർട്ട് ഫോംസ് എല്ലാം ഇപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദർ ഇസ് ഓൾവേസ് ഒരു എവല്യൂഷണറി പ്രോസസ്. പുതിയ ടെക്നീക്സ്, പുതിയ രീതികൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതിനാണ് ഏറ്റവും കൂടുതൽ ടേക്കേഴ്സ് ഉള്ളത്? വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ട് ഫോംസിനാണോ ടേക്കേഴ്സ് കൂടുതലുള്ളത്, അതോ മോഡേൺ കണ്ടംപററി? ഇറ്റ്സ് എ വെരി വാലിഡ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നൃത്തം മാത്രം വച്ചുകൊണ്ട് ഞാനൊരു ഉത്തരം പറയാം. നിശ്ചയമായിട്ടും നമ്മൾ മൊത്തത്തിൽ ഒരു അവലോകനം ചെയ്താൽ കണ്ടംപററി സ്പിരിറ്റിന് എല്ലാ കലാരൂപങ്ങളിലും ഒരു പ്രാതിനിധ്യം വളരെയധികം കൂടിയിട്ടുണ്ട്. ഇപ്പോ ഒരു ട്രഡീഷണൽ മാർഗത്തിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലെ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ഓഡിയൻസിലേക്ക് എൻ്റെ ഒരു ഇഡിയം, എൻ്റെ ഒരു ലാംഗ്വേജ് മോഹിനിയാട്ടം എങ്ങനെയാണ് എത്തിക്കുന്നത് എന്ന് കൊടുത്താൽ എനിക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്. ഞാൻ എൻ്റെ കമ്മിറ്റ്മെന്റ് എൻ്റെ കലാരൂപത്തോടായിരിക്കുമ്പോൾ തന്നെ എനിക്ക് നിങ്ങളോടും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെന്റ് എന്താണ്? ഈ കലാരൂപം അല്ലെങ്കിൽ ഈ ഭാഷ എന്നുള്ളത് ഞാൻ മോഹിനിയാട്ടത്തിലൂടെ പറയാനുള്ളത് നിങ്ങൾക്കും ആസ്വദിക്കാൻ കഴിയും എന്നുള്ള പൂർണ്ണ ആസ്വാദനത്തിലേക്ക് നിങ്ങളെ നയിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ ഒരു കണ്ടംപററി ഡാൻസർ എന്നുള്ള നിലയിൽ എൻ്റെ ചിന്തകൾ, എൻ്റെ വായനകൾ, ഇതെല്ലാം എൻ്റെ കൊറിയോഗ്രഫിയിൽ ഉണ്ടാകും. അത് നിങ്ങൾക്ക് വളരെയേറെ ഹൃദ്യമായി തോന്നും. അത് ഞാൻ ഒരു ആർട്ടിസ്റ്റിക് പ്രസന്റേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ? അയ്യോ, മോഹിനിയായിട്ട് ഇത്രയൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇത് എനിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ടല്ലോ, ഇതെന്നെ വല്ലാതെ സ്പർശിക്കുന്നുണ്ടല്ലോ, ഇതെനിക്ക് മറക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ ഒരു ആസ്വാദകർക്കുണ്ട്. ഞങ്ങളുടെ അനുഭവമാണ്. ഇത് വരുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു ട്രഡീഷണൽ ഫോർമാറ്റിൽ നിന്ന് ഈ കലകൾ
ആ ഒരു അറകളിൽ നിന്നെല്ലാം വെളിയിൽ വന്നതുകൊണ്ടാണ്. ഇവിടെ ഞാൻ പറയട്ടെ, ഓരോ ഡാൻസേഴ്സിനും ഓരോ സ്റ്റാൻഡുണ്ട്. എന്നോട് ചോദിച്ചാൽ ട്രഡീഷൻ എന്നത് തന്നെ ഇരുട്ടറയല്ല എന്നാണ് ഞാൻ പറയുക. ഇപ്പം ഞാൻ എൻ്റെ ഒരു മോഡേൺ പീസായിട്ടുള്ള സീതായനം ദ ജേർണി ഓഫ് സീതയോ അല്ലെങ്കിൽ സഖ്യം എന്ന് പറയുന്ന വളരെ കണ്ടംപററി ആയിട്ടുള്ള എൻ്റെ പ്രൊഡക്ഷൻ പോലെയോ എനിക്ക് പനിമതി മുഖിബാലെ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതായത് ഒരു ക്ലാസിക് പോയട്രിയുടെ ബ്യൂട്ടി ഉണ്ട്, ക്ലാസിക് പോയട്രിയുടെ പോയറ്റിക്സ് ഉണ്ട്. ആ പോയറ്റിക്സ് എങ്ങനെയാണ് ആസ്വദിക്കുന്നത് എന്ന് നിങ്ങളെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ആസ്വദിക്കും. നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾക്ക് ആ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ട്രഡീഷനെ പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കും കലാരൂപങ്ങൾ. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്, ഇനിയും അങ്ങനെ തുടരും. പക്ഷെ അതിന്റെ ക്ലാസിസിസം നിന്നുകൊണ്ടേയിരിക്കും, ശക്തമായിക്കൊണ്ടിരിക്കും. ഇന്ന് പല സാമൂഹ്യ പ്രശ്നങ്ങളും നമ്മൾ നൃത്തരൂപത്തിൽ അവതരിപ്പിക്കാറുണ്ട്. പക്ഷേ കുറേയും ഇൻസ്റ്റന്റ് ആയി പോകുന്നുണ്ടോ എന്ന് ഒരു സംശയം പൊതുവെ സമൂഹത്തിനുണ്ട്. അതായത് നൃത്തരൂപങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ അന്തസത്ത, അതിന്റെ ആ ഒരു മൂല്യം കുറയുന്നുണ്ടോ എന്നൊരു ഇത്. പക്ഷേ ഒരുപാടും ഇപ്പോഴുള്ള ആളുകൾ അതിനെ കൂടുതൽ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള അവതരണത്തിലൂടെ അല്ലേ എന്നതാണ് ഞാൻ ചോദിച്ചത്. നിശ്ചയമായിട്ടും അങ്ങനെ അന്തസത്ത കുറയുന്നുണ്ട്, മൂല്യം കുറയരുത്. ഇതെല്ലാം വളരെ പ്രധാനമാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ തുടർച്ചയാണ് വിജയലക്ഷ്മി ചോദിച്ച ചോദ്യം. ഒരു ക്ലാസിക്കൽ ഡാൻസർ എന്ന നിലയിൽ എന്തൊക്കെ വേണ്ട എന്ന് നിശ്ചയിക്കാൻ പറ്റണം. ഇപ്പോ ഞാനൊരു നർത്തകിയല്ലേ, എനിക്ക് സാമൂഹിക മായിട്ടൊരു പ്രതിബദ്ധതയില്ലേ? ഇവിടെ ആ കുട്ടിയെ ഡൽഹി റേപ്പ് കേസിൽ ആ ഒരു കുട്ടി മരിച്ചുപോയി. ഈ കലയിൽ കൂടെ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കുക്കിംഗ് ഗ്യാസ് കിട്ടുന്നില്ല, അത് വളരെ സ്കാർസിറ്റിയാണ് വളരെ കൂടുതൽ. ഇതിനകത്ത് ഇതൊക്കെയുള്ള ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും എല്ലാം ജീവിക്കുന്നത്. ഇതെല്ലാം എൻ്റെ മനസ്സിലും പലതരം മുറിവുകളായും എല്ലാം കിടക്കും. അതിൽ നിന്ന് ചില പ്രൊഡക്ഷൻസും ഒക്കെ വരും. അത്തരത്തിലുള്ള ഒരു ആർട്ടിസ്റ്റിക് എന്താ പറയുന്ന ഒരു അത്തരം പെർസ്യൂട്ടാണ് സത്യസന്ധമായിട്ടുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലാതെ എല്ലാത്തിനും മറുപടി പറയുക എൻ്റെ ലക്ഷ്യമല്ല. ഒരു സ്ട്രീറ്റ് പ്ലേ ആയി മോഹിനിയാട്ടം മാറണം. അതൊരു തെരുവ് നാടകം മോശമായി കണ്ടുകൊണ്ടല്ല, പക്ഷെ തെരുവ് നാടകത്തിന് ശക്തമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പല വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിന് ഈ മാധ്യമമാണ് നല്ലത്. മോഹിനിയാട്ടത്തിന് ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട്, സ്ത്രീ എന്നുള്ളതിൽ ഇത്രയും ക്ലാസിസിസം എന്തിനാണ്? ഒരു ദളിത് സ്ത്രീ അല്ലെങ്കിൽ ഒരു കൂടിയ ഒരു നമ്പൂതിരി സ്ത്രീ, അല്ലെങ്കിൽ അതല്ല, സ്ത്രീയാണ് അവിടെ വിഷയം. സ്ത്രീ എന്ന സ്ത്രീയുടെ അനുഭവം ഒന്ന് തന്നെയാണ്. ഇതെനിക്ക് ശക്തമായി പറയാൻ പറ്റുന്നുണ്ട്. ഞാൻ ശൂർപ്പണഖ എന്നുള്ള ഒരു ക്യാരക്ടറിനെ എടുത്ത് ചെയ്തപ്പോൾ അവിടെ എനിക്ക് ശ്രീരാമചന്ദ്രൻ വളരെ ഒരു ദൈവമായി കണ്ടുകൊണ്ടായിരിക്കില്ല ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത്. എന്നിൽ ആ സ്ത്രീയുടെ വേദനകൾ വളരെ ശക്തമായി എൻ്റെ ചിന്തകളിൽ ഉണ്ടാകാം. ഞാൻ അതനുസരിച്ച് എൻ്റെ മാധ്യമത്തിലൂടെ ഞാൻ പ്രതികരിച്ചു എന്ന് വരാം. അതിനൊക്കെ വളരെ പോസിബിൾ ആയിട്ടുള്ള രീതിയിൽ ട്രഡീഷണൽ ആർട്ട് ഫോംസ് വളർന്നു കഴിഞ്ഞു. പക്ഷെ നേരത്തെ വിജയ സൂചിപ്പിച്ചതുപോലെ അത് തന്നെ നാളെ ഞാൻ ടോം ആൻഡ് ജെറി ചെയ്യണം, അല്ലെങ്കിൽ ഞാനറിയാം ഇത് പറഞ്ഞതല്ല, പക്ഷെ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു എസെൻസ്, അതിനെ ആ കലാരൂപമാക്കി മാറ്റുന്ന പലതും ചോർന്നു പോയെന്ന് വരാം. എനിക്കത് സഹിക്കാൻ പറ്റില്ല, വേറൊരാൾക്ക് മറ്റൊന്നാകാം. അപ്പം ഒരാളുടെ ഇഷ്ടമല്ല മറ്റൊരാളുടെ ഇഷ്ടം എന്നുള്ളതിൽ യു ആർ ഓക്കെ? I have my own feelings about it. But the dance form. Yeah, dance form and concerns. I'm concerned about my art form stand. So, I don't intend to do that. പക്ഷേ സമൂഹത്തിൽ പലതും ചെയ്തു എന്ന് വരാം. അത് നമുക്ക് എൻ്റെ വിഷയമല്ല. To touch, move and inspire. That is to dance എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്ന് ടീച്ചറിന്റെ നൃത്ത ജീവിതത്തെ പറ്റി സംസാരിച്ച് കുട്ടികളെയും എന്നെയും ഒരുപോലെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സംസാരം ഇനിയും തുടരുമെങ്കിലും ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സംവാദത്തിലെ ഭാഗമാകാനായിട്ട് ഇനിയും ക്ഷണിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കുക.
നന്ദി, നമസ്കാരം.